ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 1ാം ക്ലാസ്സിലെ തേൻ നിലാവ് ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലും 1ാം ക്ലാസ്സിലേക്കുള്ള തേൻ നിലാവിലെ 4ാമത്തെ പാഠം സ്വർഗത്തിൻ്റെ വാതിലുകൾ. നമുക്ക് പാഠം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. സ്വർഗത്തിൻ്റെ വാതിലുകളാണ് ആരാണ്? ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണെന്ന് പറഞ്ഞത് ആരാണ്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പറഞ്ഞത് ട്ടോ. മാതാപിതാക്കളുടെ പൊരുത്തം നേടിയാൽ സ്വർഗത്തിൽ പോകാം. നാം എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ പൊരുത്തം നേടണം. മാതാപിതാക്കളുടെ പൊരുത്തം നേടിയവർക്ക് മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? സ്വർഗം ലഭിക്കുകയുള്ളൂ. മാതാപിതാക്കളുടെ പൊരുത്തം നേടിയവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എന്താണ്? ഞാൻ മാതാപിതാക്കളെ അനുസരിക്കും. മാതാപിതാക്കളെ പൊരുത്തം നേടണമെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ മാതാപിതാക്കളെ അനുസരിക്കും, ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കും, ഞാൻ മാതാപിതാക്കളെ ആദരിക്കും, ഞാൻ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. മാതാപിതാക്കളെ അനുസരിക്കും, പിന്നെ മാതാപിതാക്കളെ സ്നേഹിക്കും, മാതാപിതാക്കളെ ആദരിക്കും, മാതാപിതാക്കളെ സഹായിക്കും, ഞാൻ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ പ്രതിജ്ഞ എടുക്കുകയാണ്. മാതാപിതാക്കളെ സഹായിക്കും, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തം നേടണമെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം, ആദരിക്കണം, സഹായിക്കണം, സന്തോഷിപ്പിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർ രണ്ടുപേർക്കും നീ ഗുണം ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. അപ്പോൾ ദുആ പഠിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. റബ്ബിർഹംഹുമാ ഡാഷ് സഗീറ കമാ റബ്ബയാനി നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് മനസ്സിലാക്കുക. ഉപ്പയും ഉമ്മയുമാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ. മാതാപിതാക്കളുടെ പൊരുത്തം നേടിയാൽ സ്വർഗം നേടാം. ആക്ടിവിറ്റിയിൽ ആദ്യം നമുക്ക് കേട്ട് പറഞ്ഞു പഠിക്കാനാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നതഅഹദ്. എന്താണ്? നമുക്ക് പ്രതിജ്ഞ എടുക്കാം. നമ്മൾ പാഠത്ത് പറഞ്ഞതുപോലെ ഞാൻ മാതാപിതാക്കളെ അനുസരിക്കും, ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കും, ഞാൻ മാതാപിതാക്കളെ സഹായിക്കും, ഞാൻ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നുക്കുമിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എന്താണ്? റബ്ബിർഹംഹുമാ ഡാഷ് സഗീറ. ഞാൻ നേരത്തെ പറഞ്ഞു കമാ റബ്ബയാനി സഗീറ. അപ്പോൾ അതുപോലെ എക്സാമിന് വരാം. പിന്നെ എന്താണ്? ഹർക്കത്തുകൾ നൽകാനാണ്. അതും എക്സാമിന് വരുന്നതാണ്. കിതാബത്തെ എക്സാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അപ്പം അതിന് ഇതുപോലെ വന്ന റബ്ബിർ ഹം ഹു മാ കമാ റബ്ബയാനി സഗീറ. അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് ഹർക്കത്തുകൾ എന്താണെന്ന് അറിയുള്ളൂ. ആ രീതിയിൽ പറഞ്ഞ് നോക്കി മനസ്സിലാക്കിയിട്ട് ഇടാൻ കഴിയണം. ഇതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതൊക്കെ ഹർക്കത്തുകൾ നൽകാൻ വരും. അപ്പോൾ അതൊക്കെ ഉമ്മമാരെന്ത് ചെയ്യണം? ഇതുപോലെ റഫായിട്ട് കുട്ടികൾക്ക് ബുക്കിൽ എഴുതി കൊടുക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് അവരെ കൊണ്ട് അത് പറഞ്ഞിട്ട് ഹർക്കത്തുകളൊക്കെ നൽകാൻ ശീലിപ്പിക്കുക. അതൊക്കെയാണ് ഈ ബുക്കിനോട് ആസ്പദമാക്കിയിട്ട് അവർ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പാഠം ഇത്രയാണുള്ളത്. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ ആരൊക്കെയാണ്? ഉപ്പയും ഉമ്മയുമാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. പ്രതിജ്ഞ പറയാൻ പറഞ്ഞാൽ നമ്മളിതിൽ പറഞ്ഞ മാതാപിതാക്കളെ സ്നേഹിക്കും, മാതാപിതാക്കളെ ആദരിക്കും, അത് പറയാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.